ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇതിൽ 2 സ്പെഷ്യൽ തിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. ആ 2 സ്പെഷ്യൽ തിങ്സ് എന്താണെന്ന് വെച്ചാൽ 2 ആനിമൽസ് ആണ്. അപ്പോൾ നമുക്ക് ആ ആനിമൽസിനെ സ്പോൺ ചെയ്യാം. അതുകൊണ്ട് അതിനു മുമ്പ് ഞാനിവിടെ ഒരു ബൈക്ക് സ്പോൺ ചെയ്യുമോ, കാർ എടുക്കുന്നില്ല. കാരണം കാർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇച്ചിരി പാടാം. അപ്പോൾ നമുക്ക് ഈ ബൈക്ക് എടുത്തുകൊണ്ട് നല്ലൊരു ഹില്ലി ഏരിയ കണ്ടുപിടിക്കാം. യെസ്, നമുക്കപ്പോൾ നേരെ പോവാം. അപ്പം നല്ലൊരു ഏരിയ കണ്ടുപിടിക്കണ്ടേ, കാരണം നമ്മളിത് 2 ബീസ്റ്റ് ആയിട്ടുള്ള 2 ആനിമൽസിനെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നല്ല സ്യൂട്ടബിൾ സ്പേസ്. അപ്പോൾ ഇവിടെ നമുക്കത് ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഫോണാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാമല്ലോ, കോണ്ടാക്ട്സിൽ പോകുക. ആദ്യത്തെ നമ്പർ 10 ആണ്. 10 അടിക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു ബഫല്ലോ ആണ് സ്പോൺ ആവുന്നത്. ഒരു ബേസനാണ്, വൈൽഡ് ബഫല്ലോ. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഞങ്ങൾ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ കണ്ടോ, വലിയ 2 ബഫല്ലോ ആണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത്. ഒരു പ്രശ്നം ഞാൻ കാണിച്ചത്, ഇതിനെ വെടിവെച്ചാലും നമ്മൾ AK-47 വെച്ച് വെടിവെച്ചാലും അതായത് നമ്മുടെ അടുത്തോട്ട് വെടി വരും. അപ്പം തന്നെ റോക്കറ്റ് ലോഞ്ചർ എടുക്കണം. ഞാൻ വേസ്റ്റഡ് ആവും. ഇല്ല, ഞാൻ വേസ്റ്റഡ് ആയിട്ടില്ല. നമുക്ക് ഇതുകൊണ്ടൊന്ന് വെടി വെച്ച് നോക്കാം. യെസ്, നമ്മൾ ആകെ റോക്കറ്റ് ലോഞ്ചർ വെച്ചുകൊണ്ട് ഇതിലുള്ള വെടി വെക്കാൻ പറ്റും. അപ്പോൾ അത് അതേ സ്പോട്ടിൽ തന്നെ ഡെഡ് ആവും. നേരത്തെ അത് കൊമ്പ് കൊണ്ട് കുത്തിയതായിരുന്നു, പക്ഷേ എൻ്റെ ലൈഫ് ബാർ ഫുള്ള് കുറയാതായി. അപ്പോൾ നമുക്കിനി അടുത്ത ആനിമലിനെ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മാറി വേറൊരു സ്പേസിൽ പോയെന്ന് കാണിക്കാം. ബിക്കോസ് അത് നല്ല വലിയൊരു ആനിമലാണ്. നിങ്ങൾ അമേസ്ഡ് ആയിപ്പോൾ നിങ്ങൾക്ക്. അപ്പം ഞാനത് കാണിച്ചത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയ പോട്ടിൻ്റെ അവിടെ നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം നമുക്ക്. യെസ്, ഈ വഴി കറങ്ങി പോകാം. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അവിടെ എത്താം. ആ വഴി പോകാം. യെസ്, നമുക്ക് ഈ വഴി തന്നെ പോവാം. ആ ഗ്രൗണ്ടിലുണ്ട്, ആ റാമ്പിൻ്റെ അടുത്തുള്ള. ഇവിടെ നിർത്താം. നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡ് ഇവിടാണ് നല്ല സ്യൂട്ടബിൾ സ്പേസ് ഫോർ ദാറ്റ് ആനിമൽ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അതിനെ സ്പോൺ ചെയ്യാം. ഇതിൻ്റെ നമ്പർ വെറും 1 ഡിജിറ്റാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. യെസ്, അപ്പം നമുക്കിതാ ഇങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മുടെ ഫോൺ എടുക്കാം. അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് സ്കോട്ട്സ് അടിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഫോൺ നമുക്ക് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് കോണ്ടാക്ട്സിൽ പോവുക. അടിക്കേണ്ടത് ഒരു നമ്പർ 6 ആണ്. 6 മാത്രം ഒടിച്ചു കൊടുക്കുമ്പോൾ ഒരു എലിഫൻറ്റ്, ഒരു ബീസ്റ്റ് പോലത്തെ. ഇത് ആഫ്രിക്കൻ എലിഫൻ്റാണ്, ഇന്ത്യൻ അല്ല. പക്ഷേ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ആഫ്രിക്കൻ എലിഫൻറ്റ്. അതിൻ്റെ കളർ ഇച്ചിരി ഒരു ആഷ് കളറാണ്. അതിൻ്റെ കൊമ്പ് വലിയ നീളം ഉണ്ട്, നല്ല നീളമുണ്ട്. ഇതിനെ നമുക്ക് ഗൺ വെച്ച് വെടിവെക്കുമ്പോൾ അത് ആക്രമിക്കാൻ വരുമെന്ന് നോക്കാം, അറ്റാക്ക് ചെയ്യാൻ. ഇല്ല, ഇത് ഒരു പാവ എലിഫൻ്റാണ്. നമ്മൾ വെടിവെച്ചാലും വരുത്തില്ല നമ്മുടെ അടുത്തോട്ട്. പക്ഷേ ഡെഡ് ആവത്തില്ല, കുറച്ച് സമയം എടുക്കും ഡെഡ് യെസ്, ഞാനപ്പോൾ കുറേ വെടിവെച്ചിട്ടാണ് ഡെഡായത്. പക്ഷേ ഡെഡ് ആക്കണ്ടായിരുന്നു. ഒരു പാവം കൈൻഡ് എലിഫൻ്റ് ആയിരുന്നു. നമ്മൾ റോക്കറ്റ് ലോഞ്ചർ വെച്ച് ഒരു വെടിവെച്ച് അപ്പോഴേ അത് മരിച്ചു. ഇത് ഗ്ലിച്ചായിട്ട് നമ്മൾ ആ എലിഫൻ്റ് അകത്ത് കയറുന്ന പോലെ ആയിപ്പോയി. വലിയ കൊമ്പൊക്കെ, പക്ഷേ ഒരു ബീസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പാവ എലിഫൻ്റാണ്. എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, നമ്മുടെ ആ കൺസ്ട്രക്ഷൻ സൈറ്റില്ലേ, ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇതേപോലൊരു എലിഫൻറ്റ് ഫാം ഉണ്ടാക്കാം. അപ്പം നമുക്ക് ആൾക്കാർക്ക് ഒരു എലിഫൻറ്റ് ഫാമൊക്കെ കാണാൻ വരികയും നമുക്കങ്ങനെയാണ് ചെയ്യാം. കാരണം ഇപ്പം ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റ് ജോലിയൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ അത് ചുമ്മാ ഇങ്ങനെ ഈ ഗെയിം ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഇന്ത്യയായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ കാണിക്കുമോ? അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റ് നമുക്ക് ചുമ്മാതെ കൺസ്ട്രക്ഷൻ സൈറ്റ് ആനിമൽസിനെയൊക്കെ വെച്ച് നമുക്ക് ചുമ്മാതൊരു എലിഫൻറ്റ് ഫാം പോലെ അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ നല്ല സൂപ്പറായിരിക്കും അവിടെ കാണാനൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാം. നമ്മളെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അവിടെ ജോലിയൊന്നും നമുക്ക് എടുക്കാനൊന്നും ഇപ്പോൾ പറ്റത്തില്ല. പിന്നെ നമ്മളെന്തിനാണ് നമ്മളപ്പോൾ നമ്മളുടെ ബൈക്ക് എടുക്കുന്ന കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ നമ്മളിപ്പോൾ ബീച്ച് സൈഡൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. യെസ്, നമ്മളപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പിന്നെ സ്യൂട്ടബിൾ സ്പേസ് കണ്ടുപിടിക്കണം.
ഇവിടെ ജോലിയൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളിവിടെ വരുന്നുണ്ട്. പക്ഷേ ഇത് പക്ഷേ നല്ലൊരു ഏരിയ ആണ്. ഇവിടെ വലിയ ഫെൻസസ് ഒക്കെ ഉണ്ട്. നല്ലൊരു സൂ ടൈപ്പ് നമുക്കൊരു ഉണ്ടാക്കിയെടുക്കും. ഇവിടെ ഷെഡൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇതായിരിക്കും, ആംബിയൻസ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അവിടെ എന്തോ കിടന്ന് വാട്ട് വാസ് ദാറ്റ്? ഓ, എൻ്റെ ഹെൽമെറ്റായിരുന്നു. നമ്മൾ ഹെൽമെറ്റ് എടുത്തിട്ട് ഇറങ്ങി അപ്പം തന്നെ അവിടെ ഊരി നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ നല്ല സ്യൂട്ടബിൾ സ്പേസ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാണ്. എല്ലാം നല്ല വിശാലമായ സ്പേസാണ്. ഞാനിപ്പോൾ ഇവിടെ ഫുൾ കറങ്ങി നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഇവിടെ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ എൻട്രൻസ്. അവിടുത്തെ എൻട്രൻസും ഇവിടുത്തെ എൻട്രൻസും ഒന്നായിരുന്നു. ഞാൻ വിചാരിച്ചത് 2 കൺസ്ട്രക്ഷൻ സൈറ്റാണ്. അല്ല, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ്. 2 ഗേറ്റ് അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ നല്ല ഡിസ്റ്റൻസ് അവിടെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല സ്യൂട്ടബിൾ ഏരിയയാണ്. കാരണം നമ്മൾ ഈ ഷെഡ് പോലത്തെ സ്ഥലമൊക്കെ കാണുമ്പോൾ നല്ലൊരു ഒരു എലിഫൻറ്റ് ഫാം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ആ എലിഫൻസ് ആണെങ്കിൽ പാവം എലിഫൻസ് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഇത് ഫെൻസസും റോഡ് കൺവേർട്ടർ അതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സിമൻ്റൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കണ്ട. ഈ ഏരിയ ഉണ്ടോ, അവിടെയാണ് നല്ല ഗുഡ് സ്പോട്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നന്നായിട്ട് എല്ലാവരും ഇരിക്കുന്നു, അത് ഗ്ലിച്ചായി എല്ലാവരും പുറത്തൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് ഈ ഏരിയ മാറ്റി നല്ലൊരു പുല്ലൊക്കെ ഉള്ള ഒരു ഏരിയ കാണക്കാം. അപ്പോൾ നമുക്ക് സ്പോൺ ചെയ്തൊക്കെ തുടങ്ങാം. ഈ സൈഡിൽ നിന്ന് സ്പോൺ ചെയ്യാം. 6 ആണല്ലോ, 6 അടിക്കണം. ഇവിടെ കുറേ ആഡ്സാണ്. ഈ ഗെയിം ഫുൾ ആഡാണ്. ഒരു കോഡ് അടിക്കുന്നതിന് കുറേ ആഡ് വരും. 6 തന്നെ അടിച്ചു കൊടുക്കാം നമുക്ക്. യെസ്, അടുത്ത എലിഫൻറ്റ്. ഇത് എല്ലാവരും ഒക്കെ നടന്ന് ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ 6 അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമോ, നമുക്കൊരു കുറേ അടിക്കണം. അപ്പോൾ ഞാൻ അടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം നല്ലൊരു എലിഫൻറ്റ് ഫാം ആക്കിയിട്ട്. യെസ്, 6 ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ പിന്നെയും കോണ്ടാക്ട്സ് എടുക്കുക. 6 കുറേ നേരം അടിക്കണം ഇനി. യെസ്, നമ്മളിപ്പോൾ വലിയൊരു സൂ ആക്കിയിട്ടുണ്ട് നമ്മുടെ ആ സ്ഥലത്ത്. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് എന്നല്ല ഇപ്പോൾ അതിൻ്റെ പേര്, എലിഫൻറ്റ് ഫാം എന്ന് പറഞ്ഞ് നമുക്കതിൻ്റെ പേരിടാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. യെസ്, ഞാനിപ്പോൾ ഇച്ചിരി ദൂരെ നിൽക്കുവാണ്. യെസ്, നമ്മളപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്പേസ് വിട്ടേക്കും. അപ്പുറത്തെ സൈഡിലോട്ട് തുടങ്ങും. യെസ്, ഇതിപ്പോൾ ഇച്ചിരി എലിഫൻ്റായിട്ട് തോന്നിട്ട് നമ്മൾ ഗ്ലിച്ചടിച്ചാണോ എന്ന് പറഞ്ഞൂടെ എലിഫൻസിന്. നമ്മൾ ബൈക്ക് ഇടിക്കുമ്പോൾ എലിഫൻസൊക്കെ ദൂരോട്ട് പോകുന്നു. അതെന്താണ്? ഇവിടെ ഇതിൻ്റെ ഗ്രാഫിക്സിന് ഇച്ചിരി കുഴപ്പമുണ്ട്. എലിഫൻസൊക്കെ ഫെൻസസ് കഴിഞ്ഞ് പോകുന്നതാണ്. എലിഫൻസ് നല്ല തുറന്ന പ്ലേസ് ഉണ്ട്. കുഴപ്പമില്ല, എവിടെ വന്നാലും കുഴപ്പമൊന്നുമില്ല. യെസ്, നമ്മുടെ എലിഫൻസൊക്കെ ഇവിടെ നല്ല നിൽപ്പുണ്ട്. ഈ സൈഡിലോട്ട് വരുന്നു. പക്ഷേ ഫെൻസ് ഒരു ഗ്ലിച്ച് പറ്റി ഈ എലിഫൻറ്റ് ആ ഫെൻസസിൻ്റെ അപ്പുറത്തോട്ട് വന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം കാണിച്ചതിന് മുമ്പ് ഇതാ എലിഫൻസൊക്കെ ഇതിച്ചിരി പ്രോബ്ലമാണ്. ഇതാ ഒരു എലിഫൻറ്റിൻ്റെ ഹെഡ് അപ്പുറത്ത് കിടക്കുന്നു, കണ്ടോ? ഒരു ഹെഡ് മാത്രം. എല്ലാ എലിഫൻസും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊക്കെ പോകുന്നത്. ഒരു എലിഫൻറ്റ് മാത്രം അവിടെ അതിൻ്റെ ഫ്രണ്ടായിരിക്കും ചിലപ്പോൾ. നമുക്കിതിനെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റുമല്ലോ. നമുക്ക് ഭയങ്കര പവറാന്ന് തോന്നുന്നു. എലിഫൻറ്റിനെയൊക്കെ നമുക്ക് തള്ളുമ്പോൾ ദൂരോട്ട് പോകും. നിങ്ങൾ അപ്പുറത്തെ വഴി കൂടെ പോകുമ്പോൾ. പക്ഷെ അവിടെ ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ ഗ്രാസ് ഏരിയ നമുക്ക് ഇതിനെ തള്ളി കൊടുക്കാം ജസ്റ്റ് ഒന്ന്. യെസ്. ആ എലിഫൻറ്റ് ബാക്ക് ലെഗ് കൊണ്ട് നമ്മൾ കിക്ക് ചെയ്തു. നമ്മുടെ ഹെൽത്ത് ഫുള്ള് കുറഞ്ഞു. നമ്മൾ ഡെഡായെന്ന് തോന്നുന്നു. ഇല്ല, കുറച്ച് ഹെൽത്ത് ബാക്കിയുണ്ട്. ഇനി ഒരു കിക്കും കൂടി കിട്ടിയാൽ നമ്മൾ ഡെഡാവും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പോകുന്നില്ല, ദൂരത്ത് നിൽക്കും. ഇത് ചിലപ്പോൾ അടി കൂടുമായിരിക്കും. നമ്മുടെ പുതിയൊരു അതിഥിയെ കാണിക്കാം. ഇതാണ് ഹാപ്പി. ഈ പപ്പിയുടെ പേര് ഹാപ്പി എന്നാണ്. നമ്മുടെ ഈ ഫാം എലിഫൻറ്റ് ഫാം വാച്ച് ചെയ്യാൻ നിർത്തിയതാണ്. നിങ്ങൾക്കറിയാലോ, ഇത് നമ്മുടെ ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നമ്മളൊരു വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ നമ്പർ 300 ആണ്, കണ്ടോ? അപ്പം ഞാൻ ഒരു ഫാം ആകുമ്പോൾ ഒരു വാച്ച് ഡോഗൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് ഇതിനെ ഹാപ്പി എന്നൊക്കെ പേരിട്ട് ഇവിടെ നിർത്തിയത്. ഒരു രസത്തിനാണ്, അല്ലാതെ ഇത് വാച്ചൊന്നും ചെയ്യുമെന്ന് എനിക്ക് തന്നൂടെ. ചിലപ്പോൾ ഒരു എലിഫൻറ്റ് കിക്ക് കൊടുത്ത് അപ്പുറത്ത് പോയി കിടക്കുന്ന രീതിയിലൊരു ഡോഗാണ്. അപ്പം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊന്നും കൂടി നമ്മുടെ ഫാമിൽ ചെയ്യാനുണ്ട്. എലിഫൻറ്റ് ഫാം അല്ലേ, എലിഫൻസൊക്കെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. കുറേ എലിഫൻസ് ഉള്ളതുകൊണ്ട് പ്രോബ്ലമൊന്നും ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് കുറച്ച് ഡിസൈൻസും കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഈ സൈഡിൽ ചെയ്യാം. ഇവിടെ ചുമ്മാ തുറന്ന് കിടക്കുന്നുണ്ട്, ആൾക്കാർ കാണാൻ വരുമ്പോൾ ഇച്ചിരി കാര്യം വേണ്ടേ. അപ്പം നിങ്ങൾക്ക് ഞാൻ കാര്യം കാണിക്കാം.
യെസ്, ഞാനിപ്പോൾ കുറച്ച് ഡിഫറൻസ് ഇവിടെ വരുത്തിയിട്ടുണ്ട്. യെസ്, നിങ്ങളിവിടെ നോക്കുമ്പോൾ കുറേ സെവറൽ ഹോഴ്സസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് വേറൊരു കാര്യത്തിനുമല്ല, ഇവിടെ ആൾക്കാർക്ക് ഇവിടെ ടൂറിസത്തിന് വരുന്ന ആൾക്കാർക്ക് ഒരു ട്രാൻസ്പോർട്ട് സർവീസും ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ എലിഫൻറ്റ് ഫാം ഇവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി കാണാം. മീൻസ് ഈ കുതിരയിൽ കൂടെ അവർക്ക്, ഈ ഹോഴ്സിൽ കൂടെ അവർക്ക് ഈ ഫാം ഫുള്ള് ചുറ്റിക്കറങ്ങും. ഈ ഹോഴ്സ് ആണെങ്കിൽ നല്ല സ്പീഡിലും പോവും, അറ്റാക്കൊന്നും ചെയ്യാത്ത ഹോഴ്സുമാണ്. അപ്പോൾ ഇത്രയും ഹോഴ്സ് ഉണ്ട്. നമ്മുടെ സൂയിൽ വരുന്ന എല്ലാവർക്കും, നമ്മുടെ എലിഫൻറ്റ് ഫാമിൽ വരുന്ന എല്ലാവർക്കും ഈ കുതിരയെ ഓടിച്ചു പോകാം. അതുമാത്രമല്ല നമ്മുടെ വാച്ച് ഡോഗ് ഇവിടെ ഉണ്ട്. എനിക്കൊരു കുഴപ്പം പറ്റിയെന്ന് തോന്നുന്നു. യെസ്, ഇത് നീങ്ങിയിരിക്കുന്നത്, നമുക്ക് വണ്ടിയൊക്കെ ഈ വഴി കയറ്റിയാൽ മതി. ഓക്കെ, നമ്മുടെ സൂ ഇവിടെ റെഡിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ മതി, എല്ലാ ദിവസവും വേണമെന്നൊന്നുമില്ല. ഈ ഗെയിം സേവ് ആവാൻ ഇച്ചിരി പാടാണ്. ഇപ്പം ഞാൻ ഫുൾ ഓഫ് ചെയ്തിട്ട് പോയാൽ സേവ് ആവില്ല. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. യെസ്, നമ്മളപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഗെയിം സേവ് ആവാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് എടുക്കുമ്പോൾ ഇനി സേവ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് എലിഫൻറ്റ് ഫാമിൽ പോയും അതേപോലത്തെ കോക്കലൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യും, എല്ലാം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഗെയിംസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബഫല്ലോ ഫാമും തുടങ്ങാം. ഇപ്പോൾ എലിഫൻറ്റ് ഫാമിന് സേവായിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അടുത്ത വീഡിയോയിൽ നമുക്കൊരു ബഫല്ലോ ഫാം തുടങ്ങാം. അപ്പോൾ ഇനി നമ്മൾ ചാലഞ്ചസൊക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.